രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ദേശമംഗലത്ത് വീണ്ടും തെരുവ് നായ ആക്രമണം. യുവതിക്ക് കൈക്ക് പരിക്കേറ്റു. 5-ാം വാർഡ് ഗവൺമെന്റ് ITIക്ക് സമീപം താമസിക്കുന്ന പൊട്ടികുണ്ടിൽ വീട്ടിൽ ഷാജഹാന്റെ ഭാര്യ 38 വയസ്സുള്ള ഫൗസിയയ്ക്കാണ് പരിക്കേറ്റത്. ഇവർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വീടിന്റെ അടുക്കള ഭാഗത്ത് പുറത്തിരുന്ന് കറിക്ക് തയ്യാറാക്കുന്നതിനിടയിലാണ് തെരുവ് നായ്ക്കൾ തമ്മിൽ കടികൂടി വന്ന് ഫൗസിയയെ ആക്രമിച്ചത്. നായയുടെ ആക്രമണത്തിൽ ഫൗസിയയ്ക്ക് വലത് കൈമുട്ടിന് താഴെയാണ് പരിക്കേറ്റത്. ബഹളം കേട്ട് വീട്ടുകാർ ഓടി വന്ന് നായയെ ആട്ടിയോടിക്കുകയായിരുന്നു. ഞായറാഴ്ച കാലത്ത് 11:45 കൂടിയായിരുന്നു സംഭവം. കൂടാതെ ഞായറാഴ്ച തന്നെ കാലത്ത് 9 മണിയോടെ മദ്രസ വിട്ടുവന്നിരുന്ന വട്ടത്തറ വീട്ടിൽ ജാഫറിന്റെ മകൻ 7 വയസ്സുകാരനായ മുഹാസ് മുഹമ്മദ് എന്ന കുട്ടിക്ക് നേരെ നായ്ക്കൾ കുരച്ച പാഞ്ഞെടുത്തിരുന്നു. സമീപത്തെ വീട്ടമ്മയുടെ സംയോജിത ഇടപെടൽ കൊണ്ട് മാത്രമാണ് കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. മദ്രസയിൽ നിന്ന് കുട്ടികൾ മദ്രസ വിട്ടു വരുന്ന സമയത്ത് അവരെ നേരക്ക് നായ്ക്കൾ കുറച്ച് ചാടുകയും ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ അവിടെ അവരെ വടക്ക് വശത്ത് എന്തോ പാത്രം കഴുകി എന്തുണ്ടായിരുന്നു. ആ സമയത്ത് നായ്ക്കളെല്ലാം കുറച്ച് ചെന്ന് അവരെ കടിക്കാൻ പോവുകയും അവർ ഓടി കയറിയത് കാരണം അവരെ കയ്യുമ്മ ചെറിയൊരു മാന്തലുമായിട്ട് അവർ മാന്തൽ കിട്ടി. അത് കാരണം അവരപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തെരുവ് നായ്ക്കളുടെ വ്യാപനം കൂടുതലാണെന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പേർക്ക് അടുത്ത കാലത്തായി നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ നടപടികൾ യഥാസമയങ്ങളിൽ ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഈ പ്രദേശത്തെ കുറേ കാലങ്ങളായിട്ട് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഭരണസമിതി ഉള്ളപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഇതേമാതിരി 1-2 തവണ കുട്ടികളെ കടിക്കലും അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇന്ന് നടന്ന സംഭവം എന്താ വെച്ചാൽ 2-3 കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോൾ അവർ പിന്നാലെ നായ ഓടി. നല്ല എന്തോ കാരണം കൊണ്ട് ഇവിടെയുള്ള വീട്ടമ്മമാരൊക്കെ ഇടപെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. വേറൊരു വീട്ടമ്മനെ ഇതേപോലെ നായ കയ്യിലും കാലിലും കടിച്ചിട്ട് ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. അതിരൂക്ഷമാണ്. ITIൻ്റെ അടുത്ത സമീപമാണ്. ഇവിടെ അടുത്ത് മദ്രസയുണ്ട്. ഇവിടെ കുറേ കുട്ടികൾ ദിവസേന സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.